ഹായ് ഗായ്സ്, ഇന്നെൻ്റെ ഉറ്റ ചങ്ങാതി മണിയേട്ടൻ്റെ കല്യാണം ഉണ്ട്. ആ കല്യാണ വ്ളോഗാണ് നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വ്ളോഗിൽ എന്നെ നിങ്ങളധികം കാണില്ല കേട്ടോ. അപ്പോൾ മണിയേട്ടൻ്റെ അമ്മ നിലവിളക്കിൽ തിരിതെളിയിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നിലവിളക്കിൽ 5 തിരിയിട്ട് 2 നിലവിളക്കിലും തിരിതെളിയിച്ചതിന് ശേഷം ആ ദീപത്താളി ശശിയേട്ടൻ്റെ കയ്യിലേക്ക് കൊടുക്കും കേട്ടോ. അതിന് ശേഷം മണിയേട്ടൻ്റെ ചേച്ചി പ്രസന്ന ചേച്ചി കുണ്ടുമുളത്തിൽ നെല്ലുമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഫോട്ടോയ്ക്ക് ചുറ്റും വലം വയ്ക്കും. ഫ്രണ്ട്സ്, വലം വെച്ചതിന് ശേഷം ആ പറയിലേക്ക് തെങ്ങിൻ പൂക്കുല വെച്ച് ആ തെങ്ങിൻ പൂക്കുല പിടിച്ചു നിൽക്കുന്ന ആളാണ് പ്രഭുവേട്ടൻ. ആ പ്രഭു ഏട്ടൻ പിടിച്ചിരിക്കുന്ന തെങ്ങിൻ പൂക്കുല വെച്ച പറയിലേക്ക് നെല്ല് പകരുണ്ട. കുണ്ടുമുളത്തിൽ നെല്ല് പകർന്നതിന് ശേഷം ആ തെങ്ങിൻ പൂക്കുലയിലേക്ക് ഒരു മുളം മുല്ലപ്പൂ ഇടുണ്ടോ, അത് സംഗീതമാണ് ചങ്ങാതി. അതിന് ശേഷം മണിയേട്ടൻ വന്ന് മണിയേട്ടൻ അച്ഛനായ മാധവൻ അച്ഛൻ്റെ കാല് പിടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കാല് പിടിച്ചതിന് ശേഷം കാല് തൊഴുത് അതിന് ശേഷം നേരെ അവിടെ ഇരിക്കും. അതിന് ശേഷം നമ്മുടെ രാമു സാറ് ചന്ദനം തൊട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതിന് ശേഷം ശശിയേട്ടനും കണ്ണൻ മാഷും കൂടി ചേർന്ന് തലപ്പാവ് കെട്ടി കൊടുക്കുകയാണ്. തലപ്പാവ് കറക്റ്റായി വെച്ച് കെട്ടുകയാണ് കേട്ടോ അവർ. ശശിയേട്ടനും രാമു സാറും ഷമ്മുവേട്ടനും ചേർന്നിട്ട് ഒരു നൂലിൽ മടക്കിയിട്ട് അതിലേക്ക് മഞ്ഞൾ തേക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മഞ്ഞൾ തേച്ച ആ നൂലിലേക്ക് താലി കോർക്കാനായിട്ട് ശശിയേട്ടൻ താലി എടുത്തു കൊടുത്തു. അതിന് ശേഷം പൂക്കൾ അർപ്പിക്കാനായിട്ട് എല്ലാവർക്കും പൂക്കൾ കൊടുക്കുകയാണ് കേട്ടോ സംഗീത്. അപ്പോൾ അതിന് ശേഷം താലി നന്നായി നോക്കിയതിന് ശേഷം നമ്മുടെ മണിയേട്ടൻ ആ മഞ്ഞൾ തേച്ച നൂലിലേക്ക് താലി കോർക്കുകയാണ്. താലി കോർക്കുമ്പോൾ എല്ലാവരും ചേർന്ന് പൂക്കളർപ്പിക്കാനുണ്ടോ. പ്രഭുവേട്ടനും കണ്ണേട്ടനും വള്ളിയമ്മയും എൻ്റെ ഏട്ടനും എല്ലാവരും ചേർന്ന് പൂക്കൾ തലയ്ക്ക് മുകളിലൂടെ മണിയേട്ടൻ്റെ തലയ്ക്ക് മുകളിലൂടെ പൂക്കളർപ്പിക്കുകയാണ്. അപ്പോൾ താലി കോർത്തു. അതിന് ശേഷം ആ അറ്റത്തൊരു കെട്ടും കെട്ടി ആ നൂലിൻ്റെ ഒരു അറ്റം പൊട്ടിച്ചതിന് ശേഷം അതിന് ശേഷം താലിയിലേക്ക് ചന്ദനവും തേക്കുകയാണ് മണിയേട്ടൻ. ചന്ദന വിരൽ കൊണ്ട് ചന്ദനം തൊട്ടതിന് ശേഷം കുങ്കുമം തൊടാനായിട്ട് പറയാണ് ശശിയേട്ടൻ. ചന്ദനവും കുങ്കുമവും തൊട്ടതിന് ശേഷം ഒരു താലത്തിൽ സാരിയും വെറ്റ്ലിയും പൈസയും താലിയും ചേർന്ന് പ്രസന്ന ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. വലം വയ്ക്കാനായിട്ട് പറയുകയാണ് കേട്ടോ. അവിടെ നിന്ന് കണ്ണൻ മാഷ് 3 പ്രാവശ്യം വലം വന്നതിന് ശേഷം അത് മണിയേട്ടൻ്റെ കയ്യിലേക്ക് കൊടുക്കും. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ദക്ഷിണ കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. അപ്പോൾ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ദക്ഷിണ കൊടുക്കുകയാണ് കേട്ടോ. ആ ചടങ്ങ് മണിയേട്ടൻ്റെ കയ്യിൽ വാച്ചൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മുടെ ചന്ദനം ഇടാനായിട്ട് മണിയേട്ടൻ പറയാണ് കേട്ടോ സംഗീത് ബ്രോയോട്. അപ്പോൾ സംഗീതമാണെങ്കിൽ ചന്ദനം കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചന്ദനമൊക്കെ ഇട്ട് അടിപൊളി സുന്ദരനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അതിനുശേഷം എൻ്റെ ഏട്ടനാണെങ്കിൽ സെൻറ്റ് എടുത്ത് അടിക്കുകയാണ് കേട്ടോ. സെൻറ്റ് ഇത്ര അടിക്കേണ്ട രാജേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് മണിയേട്ടൻ ഇങ്ങനെ പറയാണ് ഒരുപാട് സ്മെല്ല് വരും, അപ്പോൾ കുറച്ചടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. ഫ്രണ്ട്സ്, അങ്ങനെ കല്യാണ കാറിൽ ഞാനിങ്ങനെ കെട്ടാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നെല്ലിയാമ്പതി തൊട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി എത്തി. താലവും കൊണ്ട് എല്ലാവരും റെഡിയായി. അങ്ങനെ അവർ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. അപ്പോൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മണിയേട്ടൻ. ഫ്രണ്ട്സ്, അങ്ങനെ മണിയേട്ടൻ താലി കെട്ടാനുള്ള ചടങ്ങിലേക്ക് റെഡി ആയി നിൽക്കുകയാണ്. പൂജാരി കറക്റ്റായി നിൽക്കും എന്നൊക്കെ പണ്ട് പറയുന്നുണ്ട്. അപ്പോൾ താലി മണിയേട്ടൻ്റെ കയ്യിലേക്ക് പൂജാരി താലി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മണിയേട്ടൻ അങ്ങനെ പ്രതിഭ ചേച്ചിയുടെ കഴുത്തിലേക്ക് താലി ചേർത്തി ബാക്കിയുള്ള എല്ലാവരും പൂക്കളർപ്പിച്ചു.
കുരവയും ഇടയിലൂടെ ആരൊക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അതിനുശേഷം പൂജാരി രണ്ടുപേരുടെയും കൈകളിലേക്ക് പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ് ഫ്രണ്ട്സ്. അതിനുശേഷം പ്രദീപ് ചേച്ചിയുടെ അച്ഛൻ മണിയേട്ടൻ്റെ കൈകൾ പ്രദീപ് ചേച്ചിയുടെ കൈകൾ മണിയേട്ടൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന കാഴ്ച എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അവർ പിന്നെ ക്ഷേത്രം വലം വയ്ക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 3 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം അവർ തീർത്ഥം കുടിക്കുകയാണ്. തീർത്ഥം കുടിച്ച് തലയിൽ തെളിച്ചതിന് ശേഷം അവരെ പ്രദീപ് ചേച്ചിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാല് പിടിച്ച് തൊഴുതതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ പുറത്തുകൂടി വലം വയ്ക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. വലം വച്ചതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്.